ഫോൺ വിളിച്ച് കൊണ്ടിരുന്നപ്പോൾ താഴേക്ക് വീണതാണ്. ഈ മദ്യപിച്ച് താഴേക്ക് വീണതാന്നൊക്കെയുള്ള പ്രചാരണങ്ങളും ആദ്യ ഘട്ടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീക്കെൻഡിൽ ബിയർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുള്ളപ്പോൾ മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് ആ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ നിന്ന് കുടിക്കുന്നത്. അവിടെ ഒരു 3 ബിയറിൻ്റെ കുപ്പിയുണ്ട്. കണ്ടാൽ മനസ്സിൽ ഞങ്ങൾ 3 പേരും ഒരു പ്രാവശ്യം കുടിച്ചതായിരുന്നു അത്. അതല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ കുടിക്കും. അതുമല്ല, അന്നത്തെ ദിവസത്തെ റിപ്പോർട്ട് ഞങ്ങൾക്ക് എടുത്ത് നോക്കാം. അന്ന് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ. ഞാൻ കുടിച്ചിട്ടില്ല. എനിക്കറിയായിരുന്നു ഞാൻ കുടിച്ച് ബോധമില്ലാതായാൽ എനിക്ക് എന്തെങ്കിലും പറ്റും. ആ ഒരു കരുതലൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയോ തെറ്റിപ്പോയി. ഈ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാനൊന്നും പറഞ്ഞു ആശുപത്രി ചെന്നപ്പോൾ ആവശ്യപ്പെട്ടാണല്ലോ? ആണ്, ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇയാൾ എന്തൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഒന്നാമത് ആ CCTVയുടെ കാര്യം, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകുന്ന പ്രശ്നം, ഫ്രണ്ട് വീട്ടിൽ വരുന്നത്, അതൊക്കെ അതൊക്കെ ഉള്ളൂ ഇനി ആക്കി രക്ഷപ്പെടാനുള്ളതായിട്ട്. പിന്നെ ഈ ആദ്യഘട്ടത്തിൽ പക്ഷേ ഈ ആശുപത്രി പോകുന്നു, അവിടെ ആദ്യ രാത്രിയിൽ കാര്യമായിട്ട് നോക്കിയില്ല, പിറ്റേ ദിവസം കുടുംബം വന്ന ശേഷമാണ് നോക്കിയത്. ആ സമയത്തും പുള്ളി മെസ്സേജ് അയച്ചില്ലേ? അത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രിയാണ് ഇത് പറ്റിയിട്ട് ഞാൻ ആശുപത്രിയിലാവുന്നത്. ശനിയാഴ്ച പിന്നെ ഞായറാഴ്ച രാവിലെയാണ് വീട്ടിൽ നിന്ന് വരുന്നത്. ഞായറാഴ്ച ഉച്ചയോടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ICUലേക്ക് മാറ്റുന്നു. പിന്നെ തിങ്കളാഴ്ച രാത്രി എന്തോ 9:51 അങ്ങനെ എന്തോ സമയത്താണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അതിന് മുമ്പുള്ള 2 മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ അത് ആ CCTV ക്ലിപ്പായിരിക്കും. അന്ന് ആ പയ്യന്മാർ വന്നതും ഇതൊക്കെ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡോസ് ഫോർ അങ്ങനെ എന്തായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ തന്നെ കോമൺ സെൻസിൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നവരെ എനിക്കൊന്നും പറയാനില്ല. അയാളുടെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ കയ്യിൽ സത്യമുണ്ട്, അല്ലാതെ വേറെ എനിക്കൊന്നും പറയാനില്ല. പുള്ളി എന്തായാലും ഒന്ന് പേടിച്ചോട്ടെ എന്ന രീതി തന്നെയാണ്. ഒത്തുതീർപ്പിന് വല്ല ശ്രമം നടത്തിയോ പുള്ളിയുടെ ഭാഗത്തുനിന്ന്? അമ്മേനെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തോ രാഹുൽ എന്തോ പറഞ്ഞിട്ട്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞു അറിയാതെ കോൾ വന്ന് എടുക്കണ്ടെന്ന് അമ്മയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയടുത്ത് പറഞ്ഞു ഞങ്ങൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതല്ല എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അപ്പോൾ അങ്ങനെ തിരിച്ച് വഴക്കിടാനൊന്നും പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് അമ്മ കോള് കട്ട് ചെയ്തു. ഇല്ല, അത് കേട്ട ഉടനെ തന്നെ അമ്മ കോള് കട്ട് ചെയ്തു. അതൊക്കെ ഞാൻ പോലീസ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2ാമത്തെ FIRൽ എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവരെ വന്നിട്ടുണ്ടായിരുന്നെ. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ആദ്യത്തെ ദിവസം സാധാരണ സ്ഥലത്തിട്ടാണ് പിന്നെ ICUലോട്ടാണ് മാറ്റിയത്. ആദ്യത്തെ ദിവസം ഞാൻ സാധാ പോലെ ഏതോ ഒരു വാർഡിലായിരുന്നു. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചിലരുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർമാർ വന്നിട്ട് മോളെ വെള്ളം വേണോ അങ്ങനെ നോക്കി അങ്ങനെ കരയായിരുന്നു ഞാൻ വേദന കൊണ്ട്. പിന്നെ ഇവർ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇവർ പറയാം സീരിയസ് ആണ്, ICUയിൽ മാറ്റണമെന്ന്.